ഹായ് സ്റ്റുഡൻസ്, വീണ്ടും ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? ക്ലാസ്സുകളെല്ലാം നമ്മൾ എന്ത് ചെയ്തു, കാണുന്നു, മറക്കുന്നു, അങ്ങനെ അല്ല. എന്നും അന്നുള്ളത് പഠിച്ച് നല്ല മാർക്ക് എന്ത് ചെയ്യട്ടെ, എടുക്കാനായിട്ട് സാധിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നാം 6 ചാപ്റ്ററോളം ഹിസ്റ്ററിയിൽ നോക്കിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഹിസ്റ്ററിയിലെ ചാപ്റ്ററാണ് ചാപ്റ്റർ 7. ചാപ്റ്റർ 7 ആണ് നാം ഇന്ന് നോക്കുന്നത്. ഗുപ്താസ്, ദ ഗുപ്താസ് their success എന്ന പാഠമാണ് നാം ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഗുപ്തന്മാർ, എന്തൊക്കെ അറിയാം ഗുപ്തന്മാരെ കുറിച്ച്? ഗുപ്ത സാമ്രാജ്യം എന്നൊക്കെ നാം കേട്ടിട്ടുണ്ട്. ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഗുപ്താസ് ആൻഡ് their success, ഗുപ്തന്മാരും അവരുടെ വിജയങ്ങളുമാണ് നാം ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഇതിൽ നമുക്ക് 5 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ആരാണ് ഗുപ്താസ്, ഗുപ്താസിന്റെ എന്താണ് ഫീച്ചേഴ്സ്, അതുപോലെ ചന്ദ്രഗുപ്ത ഒന്നാമൻ, അതുപോലെ സമുദ്രഗുപ്തൻ, അല്ലെ? അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് സ്ത്രീകളുടെ പൊസിഷൻ എങ്ങനെയായിരുന്നു, അവരുടെ എക്കണോമിക് സിസ്റ്റം എങ്ങനെയായിരുന്നു, അവരുടെ റവന്യൂ സിസ്റ്റം എങ്ങനെയായിരുന്നു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഇന്ന് പഠിക്കാനായിട്ട് ഉള്ളത്. തുടങ്ങിയാലോ? ഓക്കെ, എന്താണ്, ആരാണ് ഗുപ്തന്മാർ? ആരാണ് ഗുപ്തന്മാർ? മൗര്യന്മാർക്ക് ശേഷം ഭരണം നടത്തിയ പ്രധാന 2 വംശരാജാക്കന്മാരായിരുന്നു ശതവാഹൻസും അതുപോലെ തന്നെ കുശാനന്മാരും. നമുക്കറിയാം, മൗര്യന്മാർക്ക് ശേഷം വന്നവരാണ് ശതവാഹനനും കുശാനന്മാരും. ഇവയുടെ, അതായത് ഈ ശതവാഹനന്മാരും കുശാനന്മാരും എന്ത് ചെയ്തു? മൗര്യന് ശേഷം വന്നവരാണ് ഇവർ രണ്ടുപേരും. മനസ്സിലാക്കി പഠിച്ചോണം കേട്ടോ. ശതവാഹനന്മാരും കുശാനന്മാരും ഇവർ എന്ത് ചെയ്യാണ്? ഡിക്ലൈൻ ആവുകയാണ്. ഡിക്ലൈൻ എന്ന് പറയുമ്പോൾ എന്താണ്? നശിച്ചു. ഇവർക്ക് ശേഷം വന്നവരാണ് ആരാണ്? ഗുപ്തന്മാർ അല്ലെങ്കിൽ ഗുപ്ത രാജാക്കന്മാർ. മനസ്സിലായോ? ശതവാഹനന്മാരും കുശാനന്മാരും ഡിക്ലൈൻ ആയ സമയത്ത്, അല്ലെങ്കിൽ അവരുടെ അധപ്പതനം, ടീച്ചർ എഴുതി തരാം. അധപ്പതനത്തിന് ശേഷം വന്നവർ ആണ് ഗുപ്തന്മാർ എന്ന് പറയുന്നത്, ഗുപ്ത സാമ്രാജ്യം. ഈ ഗുപ്ത സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് പാടലീപുത്രം. ഓക്കെ, പാടലീപുത്രമാണ് ഗുപ്ത സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത്. ഗുപ്തന്മാർ വൈശ്യന്മാരാണെന്ന് ചിലർ എന്ത് ചെയ്യുന്നു, അഭിപ്രായപ്പെടുന്നുണ്ട്. ഗുപ്തന്മാർ വൈശ്യന്മാരാണെന്ന്. വൈശ്യൻ എന്ന് പറയുന്നത് എന്താണ്? കച്ചവടക്കാരാണ്, അല്ലെ? ജാതിയില് ഇവർ കച്ചവടക്കാരനാണെന്ന് കുറച്ചു പേര് എന്ത് ചെയ്തു, വാദിക്കുന്നു. പക്ഷെ അത് എത്രത്തോളം ശരിയാണെന്ന് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, തെളിയിച്ചിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഗുപ്താസ്, ആരാണ് ഗുപ്തന്മാർ? പഠിച്ചു കഴിഞ്ഞു. എന്താണ്? ശതവാഹനന്മാർക്ക് ശേഷവും കുശാനന്മാർക്ക് ശേഷവും ഇവർ രണ്ടുപേരുടെ അധപതനത്തിന് ശേഷം വന്നവരാണ് ഗുപ്ത സാമ്രാജ്യം അല്ലെങ്കിൽ ഗുപ്തന്മാർ. ഇവരുടെ തലസ്ഥാനം എന്ന് പറയുന്നത് പാടലീപുത്രമാണ്. തലസ്ഥാനം എന്ന് പറയുന്നത് പാടലീപുത്രം. ഇവർ വൈശ്യന്മാരാണെന്ന് കരുതപ്പെടുന്നു. അതിന് യാതൊരു തെളിവും ഇല്ല. ഓക്കെ, അതൊരു നിഗമനം മാത്രമായിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അടുത്ത് ഇതിലെ സ്ഥാപകൻ, ഗുപ്തന്മാരുടെ അല്ലെങ്കിൽ ഗുപ്ത സാമ്രാജ്യത്തിന്റെ, അല്ലെ, ഗുപ്ത സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് ആരാണ്? സ്ഥാപകൻ ആരാണ്? സ്ഥാപകൻ എന്ന് പറയുന്നത് ശ്രീഗുപ്തനാണ്. ആരാണ്? ശ്രീഗുപ്തൻ. ഓക്കെ, ശ്രീഗുപ്തനാണ് ഗുപ്ത സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഗുപ്ത രാജാവാണ് ഹഡോൽക്കജൻ. രണ്ടാമത്തത് ഹഡോൽക്കജനാണ്. ഈ സ്ഥാപക വർഷം എന്ന് പറയുന്നത് 275 275. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ചാപ്റ്റർ 7 ആണ്. ഗുപ്ത സാമ്രാജ്യത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. മൗര്യന്മാർക്ക് ശേഷം ഭരണം നടത്തിയ ശതവാഹനന്മാരും കുശാനന്മാരും അധപ്പതനത്തിനു ശേഷം നിലവിൽ വന്ന സാമ്രാജ്യമായിരുന്നു ഗുപ്ത സാമ്രാജ്യം. 275 ഗുപ്ത സാമ്രാജ്യത്തിന്റെ
തലസ്ഥാനം എന്ന് പറയുന്നത് പാടലീപുത്രം. ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? പാടലീപുത്രമാണ്. ഗുപ്ത സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് ആരാണ്? ശ്രീഗുപ്തനാണ്. ഗുപ്ത സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? ഹഡോൽക്കചൻ, അല്ലെങ്കിൽ രണ്ടാമത്തെ വ്യക്തി ഹഡോൽക്കചൻ. ക്ലിയർ? മനസ്സിലായോ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഹഡോൽക്കചനാണ് രണ്ടാമത്തെ ഭരണാധികാരി എന്ന് പറയുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത്രയാണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. എളുപ്പമാണ്. ഒന്ന് പറഞ്ഞാട്ടെ എന്ന് നിങ്ങളൊന്ന് മനസ്സിലൊന്ന് സംസാരിച്ച് നോക്കിയോ? നിങ്ങളോട് തന്നെ ഒന്ന് സംസാരിച്ച് നോക്കൂ. ഗുപ്ത സാമ്രാജ്യം എന്താണ്? മൗര്യന്മാർക്ക് ശേഷം കുശാനന്മാരും ശതവാഹനന്മാരും ഭരണം നടത്തി. അവരുടെ അധപ്പതനത്തിന് ശേഷം വന്ന സാമ്രാജ്യമാണ്, 275 വന്ന സാമ്രാജ്യമാണ് ഗുപ്ത സാമ്രാജ്യം. ഗുപ്ത സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് ശ്രീഗുപ്തനാണ്. ശ്രീഗുപ്തനാണ്. അത് കഴിഞ്ഞ ശേഷം ഗുപ്ത സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് പാടലിപുത്രമാണ്. ഇതിന്റെ രണ്ടാമത്തെ ഭരണാധികാരി എന്ന് പറയുന്നതും അല്ലെങ്കിൽ പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ് ഘടോൽക്കചൻ. ഇത്രയുമാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ക്ലിയർ? നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ചന്ദ്രഗുപ്ത ഒന്നാമൻ. പോയിന്റ് എഴുതി പഠിച്ചോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ലെക്ചർ നോട്ട് നമുക്ക് അതിനായിട്ട് സഹായിക്കും. ഓക്കെ. ചന്ദ്രഗുപ്ത ഒന്നാമൻ പേര് പോലെ തന്നെയാണ്. ഗുപ്ത സാമ്രാജ്യത്തിലെ പ്രഗത്ഭനായിരുന്നു ചന്ദ്രഗുപ്ത ഒന്നാമൻ. ഗുപ്ത സാമ്രാജ്യത്തിലെ അല്ലെങ്കിൽ ഗുപ്ത വംശത്തിലെ ഏറ്റവും പ്രഗത്ഭനായിരുന്നു. നിങ്ങളുടെ ടെക്സ്റ്റ് പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഏറ്റവും പ്രഗത്ഭനായിരുന്നു, മിടുക്കനായിരുന്നു. ആര്? ചന്ദ്രഗുപ്ത ഒന്നാമൻ. AD 320 ഇദ്ദേഹമാണ് എന്താരംഭിച്ചത്? 320 അദ്ദേഹം ഗുപ്തവർഷം ആരംഭിക്കുകയുണ്ടായി. എന്താണ് ആരംഭിച്ചത്? ഗുപ്തവർഷം. ഏകദേശം 600 വർഷം ഇത് നിലനിന്നു എന്നാണ്. ഏകദേശം 600 കൊല്ലത്തോളം ഈ ഗുപ്ത വർഷം നിലനിന്നു. അപ്പോ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? 600 കൊല്ലത്തോളം, 600 വർഷം ഈ ഗുപ്തവർഷം നീണ്ടു നിന്നു. ഇദ്ദേഹത്തെ വിളിക്കുന്ന ഒരു പേരുണ്ട്, മഹാരാജാധിരാജ. ആ പേരിൽ തന്നെ ഉണ്ട് മഹാരാജാധിരാജ എന്ന് പറയുമ്പോ എന്താണ്? അത് അത്രയും എന്താണ്? ബ്രില്യന്റ് ആയിരുന്നു അല്ലെ? അദ്ദേഹം അങ്ങനെ അത്രയും എന്തായിരുന്നു? ആ സാമ്രാജ്യത്തെ വളർച്ചയിൽ ഏറ്റവും പ്രാധാന്യം നൽകിയ വ്യക്തിയാണ് ചന്ദ്രഗുപ്ത ഒന്നാമൻ. മഹാരാജാധിരാജ എന്ന പദവി അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കൂ, ചന്ദ്രഗുപ്ത ഒന്നാമനാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അല്ലെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു ഗുപ്താസ് അല്ലെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ചന്ദ്രഗുപ്ത ഒന്നാമൻ. 320 ഗുപ്തവർഷം ആരംഭിച്ച വ്യക്തിയാണ് ചന്ദ്രഗുപ്ത ഒന്നാമൻ. 320 600 വർഷത്തോളം ഈ ഗുപ്തവർഷം നിലനിന്നിരുന്നു. ഇദ്ദേഹത്തെ അറിയപ്പെട്ട പേരാണ് എന്ത്? മഹാരാജാധിരാജ. ബീഹാർ, ഔദ്, അതുപോലെ അലഹബാദ് എന്നീ സ്ഥലങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു നമ്മുടെ ഈ ഗുപ്ത സാമ്രാജ്യം എന്ന് പറയുന്നത്. ബീഹാർ, അലഹബാദ്, ഇങ്ങനെയുള്ള നമ്മുടെ ഔദ് ഈ സ്ഥലങ്ങളെല്ലാം ഉൾപ്പെട്ടതായിരുന്നു ഗുപ്ത സാമ്രാജ്യം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ചന്ദ്രഗുപ്ത ഒന്നാമന് മനസ്സിലായോ? ക്ലിയർ? ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സമുദ്രഗുപ്ത ഒന്നാമൻ. നമുക്ക് ഇവരൊക്കെയാണ് ഈ പാഠത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അല്ലോ. അല്ലാതെ നമുക്ക് വലുതായിട്ട് ഭയങ്കരമായിട്ട് വൈഡായിട്ട് ഒന്നും പഠിക്കില്ല. ഇദ്ദേഹത്തെ കുറിച്ചും അതുപോലെ ഇങ്ങനെയുള്ള പ്രഗത്ഭരായ കുറച്ച് പേരുണ്ട്, അവരെ കുറിച്ച് മനസ്സിലാക്കി വെക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സമുദ്രഗുപ്ത ഒന്നാമൻ. പേര് പോലെ തന്നെയാണ് ആര്? ചന്ദ്രഗുപ്ത ഒന്നാമന്റെ മകനാണ് സമുദ്രഗുപ്ത ഒന്നാമൻ. സമുദ്രഗുപ്ത ഒന്നാമൻ. ഇത് അച്ഛനേക്കാളും എന്താണ്? പ്രഗത്ഭനായ രാജാവാണ്. ഗുപ്ത സാമ്രാജ്യം വിസ്തൃതി കൂട്ടാൻ വേണ്ടിയിട്ട്, സ്തുതി എന്ന് പറഞ്ഞതാണ് തന്റെ രാജ്യത്തെ ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുന്ന ഒരു ഭരണാധികാരിയായിരുന്നു സമുദ്രഗുപ്ത ഒന്നാമൻ. തന്റെ സാമ്രാജ്യം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഏതറ്റം വരും പോയ പ്രഗത്ഭനായ രാജാവാണ്. എന്താ പറയുന്നത്? ഇദ്ദേഹം വടക്കേ ഇന്ത്യയിലും മധ്യ ഇന്ത്യയിലും
ആക്രമണ പരമ്പര തന്നെ അഴിച്ചുവിട്ടു എന്നാണ്. എന്തിനാണ്? തന്റെ രാജ്യത്തെ എന്താക്കാനാണ്? വലുതാക്കാൻ വേണ്ടിയിട്ട്. സമുദ്രഗുപ്ത ഒന്നാമനാണ് നാം പഠിക്കുന്നത്. ചന്ദ്രഗുപ്ത ഒന്നാമന്റെ മകനാണ് സമുദ്രഗുപ്ത ഒന്നാമൻ എന്ന് പറയുന്നത്. പ്രഗത്ഭനായ രാജാവാണ്. പ്രഗത്ഭനായ രാജാവ് എന്ന് പറയാൻ കാരണം തന്റെ സാമ്രാജ്യം വിസ്തൃതി കൂട്ടുന്നതിന് വേണ്ടിയിട്ട്, വലുതാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ വടക്കേ ഇന്ത്യയിലും മധ്യ ഇന്ത്യയിലും ആക്രമണം എപ്പോഴും അഴിച്ചുവിട്ടിരുന്നു, യുദ്ധങ്ങൾ അഴിച്ചുവിട്ടിരുന്നു. എന്തിനാ? അതെല്ലാം തന്റെ കൈവശമാക്കി തന്റെ രാജ്യത്തെ എന്ത് ചെയ്യാൻ? വലുതാക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അടുത്തെന്താണ്? നിരവധി രാജാക്കന്മാരെ അദ്ദേഹം എന്ത് ചെയ്തു? കീഴ്പ്പെടുത്തി. നിരവധി രാജാക്കന്മാരെ കീഴ്പ്പെടുത്തി അദ്ദേഹം ഭരണത്തെ എന്ത് ചെയ്തു? വലുതാക്കി. നിരവധി രാജാക്കന്മാരെ കൂടെ എന്ത് ചെയ്തു? കൂട്ടി വരുത്തിയിട്ട് പിടിച്ചെടുത്ത ആ പ്രദേശം അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ ആ പ്രദേശങ്ങളെല്ലാം അദ്ദേഹം എന്ത് ചെയ്തു? സമുദ്രഗുപ്തന്റെ പരമാധികാരമായിരുന്നു. ആ പ്രദേശം മൊത്തം അദ്ദേഹത്തിന്റെ കീഴിലായിരുന്നു. ആ കീഴിലായ പ്രദേശത്ത് മൊത്തം ഭരണം നടത്തിയിരുന്നത് അദ്ദേഹമല്ല. അവിടെയാണ് അദ്ദേഹത്തിന്റെ ട്രിക്ക് എന്ന് പറയുന്നത്. ആ സ്ഥലത്തെ പണം പിരിക്കാൻ അല്ലെങ്കിൽ പണം വാങ്ങുകയൊക്കെ ചെയ്തത് അദ്ദേഹം ഡയറക്റ്റായിട്ട് ചെയ്തു. അതായത് ഒന്നുകൂടെ കുറെ തലസ്ഥാനങ്ങളൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു? പിടിച്ചെടുത്തിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്തു? കപ്പം, നികുതി പണം വാങ്ങുകയും ചെയ്തു. അവിടെ അദ്ദേഹം ഭരണം നടത്താനായിട്ട് വരില്ല. ഭരണം നടത്തുന്ന രാജാക്കന്മാരുണ്ട്. അവിടുത്തെ കപ്പം വാങ്ങുന്നത് ആരാണ്? സമുദ്രഗുപ്ത ഒന്നാമനാണ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ സ്ഥലങ്ങൾ എന്ത് ചെയ്തു? ആക്രമിച്ചു പിടിച്ച് കൈവശമാക്കി വച്ചു. പക്ഷെ അവിടെ ഭരണം നടത്താൻ ഞാനില്ല. ഭരണം ആര് നടത്തിക്കോട്ടെ? രാജാക്കന്മാർ നടത്തിക്കോട്ടെ. പക്ഷെ അവിടുത്തെ ഇൻകം, നികുതി, കപ്പം ആര് വാങ്ങിക്കും? ഞാൻ എന്ത് ചെയ്യും? വാങ്ങിക്കും. ഇതാണ് സമുദ്രഗുപ്ത ഒന്നാമന്റെ ആ ഒരു ഭരണരീതിയിലെ ട്രിക്ക് എന്ന് പറയുന്നത്. അല്ലെ, അദ്ദേഹത്തിന്റെ ആ ഒരു രീതി, അദ്ദേഹം ഭരണം നടത്തിയ രീതി അതായിരുന്നു. ഓക്കെ, പിന്നെ എന്താ ചെയ്തത്? വടക്ക് ഹിമാലയം മുതൽ തെക്ക് നർമ്മദ വരെയും കിഴക്ക് ബ്രഹ്മപുത്ര മുതൽ പടിഞ്ഞാറ് ചമ്പാരൻ വരെയും വ്യാപിച്ചു കിടക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ സാമ്രാജ്യങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്തു? കൂട്ടി വെക്കുകയാണ്. കാരണം അടിയും പിടിയും ബഹളമൊക്കെ വെച്ച് എല്ലാ രാജ്യത്തെയും തന്റെ കൈവശം ആക്കും. അല്ലെ, എല്ലാ രാജ്യത്തെ തന്റെ കൈവശമാക്കിയാൽ അത് മാത്രമല്ല, അദ്ദേഹം എന്താ ചെയ്യുന്നത്? അവിടെ ഭരണം അദ്ദേഹം നടത്താൻ ആരുണ്ട്? ഒരു കിങ് ഉണ്ട്. പക്ഷെ അവിടേക്ക് പോയിട്ട് കപ്പം വാങ്ങുക മാത്രമാണ് സമുദ്രഗുപ്ത ഒന്നാമൻ, ചന്ദ്രഗുപ്തന്റെ മകനായ സമുദ്രഗുപ്ത ഒന്നാമന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. തന്റെ സാമ്രാജ്യത്തെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു? വലുതാക്കി. ഇതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പറയുന്ന ഒരു പേരുണ്ട്. നിങ്ങൾക്ക് അറിയോ? എന്താണ്? ഇന്ത്യയുടെ നെപ്പോളിയൻ. വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ നെപ്പോളിയൻ എന്നറിയപ്പെട്ടത് പൗരാണിക ഇന്ത്യ എന്നുണ്ട്, ഞാൻ എഴുതുന്നില്ല. പൗരാണിക ഇന്ത്യയുടെ നെപ്പോളിയൻ എന്നറിയപ്പെട്ടത് സമുദ്രഗുപ്ത ഒന്നാമനായിരുന്നു. ഓക്കെ, ഇത്രയും പറഞ്ഞപ്പോ നിങ്ങൾ വിചാരിക്കും ഇത് ഭയങ്കര ആക്രമണകാരിയായിരുന്നു, അയാൾ എന്താ ഇത്രയ്ക്ക് ഭയങ്കര ക്രൂരനായിരുന്നു എന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വരും. ഇങ്ങനെയല്ല, അയാൾ ഒരു മതസഹിഷ്ണുതയുള്ള നല്ലൊരു ഭരണാധികാരിയായിരുന്നു. തന്റെ രാജ്യത്തെ എന്താക്കണം? വലുതാക്കണം. അതിനുവേണ്ടി അയാൾ ഏതറ്റവും എന്ത് ചെയ്യും? പോകും. അങ്ങനെ ഒരു ക്യാരക്ടർ ആയിരുന്നു. അതായത് ഒന്നുകൂടെ നോക്കിക്കേ, ചന്ദ്രഗുപ്ത ഒന്നാമന്റെ മകനാണ് സമുദ്രഗുപ്ത ഒന്നാമൻ. ഇന്ത്യയുടെ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നു, പൗരാണിക ഇന്ത്യയുടെ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് നമ്മുടെ സമുദ്രഗുപ്ത ഒന്നാമൻ. തന്റെ രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടാൻ വേണ്ടിയിട്ട് വടക്കേ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയിലും ഒക്കെ അദ്ദേഹം എന്ത് അഴിച്ചുവിട്ടു? ആക്രമണം അഴിച്ചുവിട്ടത് മാത്രമല്ല, ആ രാജ്യത്തെ ഇന്ത്യയും പിടിച്ചെടുത്തിട്ട് അദ്ദേഹം അവരുടെ ഭരണം നടത്തില്ല. പകരം എന്താണ്? രാജാക്കന്മാർ ഭരണം നടത്തും. പക്ഷെ ആ പ്രദേശങ്ങളിലെല്ലാം അദ്ദേഹം എന്ത് വാങ്ങി? കപ്പം വാങ്ങിയിരുന്നു, നികുതി വാങ്ങിയിരുന്നു. ഇതാണ് അദ്ദേഹത്തിന്റെ എന്തെന്ന് പറയുന്നത്? പ്രത്യേകത എന്ന് പറയുന്നത്. വടക്ക് ഹിമാലയം മുതൽ തെക്ക് നർമ്മദ വരെയും കിഴക്ക് ബ്രഹ്മപുത്ര മുതൽ പടിഞ്ഞാറ് ചമ്പാരൻ വരെയൊക്കെ അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തെ അദ്ദേഹം എന്ത് ചെയ്തു? വലുതാക്കി വെച്ചു. പൗരാണിക ഇന്ത്യയുടെ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നു. മതസഹിഷ്ണുതയുള്ള രാജാവ്, അദ്ദേഹത്തെ മതസഹിഷ്ണുതയുള്ള രാജാവ് എന്നറിയപ്പെടുന്നു. കൂടാതെ എന്താണ്? നയതന്ത്രജ്ഞൻ, പണ്ഡിതൻ, അഗ്രഗണ്യൻ, അല്ലെ, അറിവുള്ള വ്യക്തിയായിരുന്നു ആര്? സമുദ്രഗുപ്ത ഒന്നാമൻ എന്ന് പറയുന്നത്. ഓക്കെ, കൂടാതെ ഇദ്ദേഹം എന്താ ചെയ്തത്? ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് എന്ത് നടത്തി? വിവാഹ ബന്ധങ്ങൾ അദ്ദേഹം നടത്തി. എന്താണ് നടത്തിയത്? മാരേജ്, വിവാഹം. എന്തിനാ നടത്തിയത്?
ഇവിടെ നിന്നുള്ള രാജാക്കന്മാർ അവിടെയുള്ള രാജാക്കന്മാരുമായിട്ട് ബന്ധം സ്ഥാപിക്കാനായിട്ട്. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് എന്ത് നടത്തി? വിവാഹ ബന്ധങ്ങൾ. ആ വിവാഹ ബന്ധങ്ങളിലൂടെ സ്നേഹബന്ധവും ഉണ്ടാവും, കുടുംബ ബന്ധവും ഉണ്ടാവും, കൂടാതെ എന്താണ്? രാജ്യബന്ധവും ക്രിയേറ്റ് ചെയ്യാനാണ് ഈ ഒരു രീതി പണ്ട് കാലത്ത് അവലംബിച്ചിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സമുദ്രഗുപ്ത ഒന്നാമനാണ് നാം രണ്ടാമത് പഠിക്കുന്നത്. സമുദ്രഗുപ്ത ഒന്നാമൻ ചന്ദ്രഗുപ്ത ഒന്നാമന്റെ മകനാണ് സമുദ്രഗുപ്ത ഒന്നാമൻ. അദ്ദേഹത്താണ് തന്റെ രാജ്യം വിസ്തൃതി കൂട്ടാൻ വേണ്ടിയിട്ട് ആക്രമണ പരമ്പര തന്നെ അഴിച്ചുവിട്ട വ്യക്തിയായിരുന്നു, അല്ലെ? എല്ലാ രാജ്യങ്ങളിലും ആക്രമണ പരമ്പര അഴിച്ചുവിടുകയും ആ രാജ്യത്തെ പിടിച്ചടക്കുകയും പക്ഷെ അവിടുത്തെ നികുതി പിരിക്കുന്നത്, കപ്പം വാങ്ങുന്നത് അദ്ദേഹവുമായിരുന്നു. ഓക്കെ, യുദ്ധങ്ങൾ അഴിച്ചുവിട്ടു. വടക്കേ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയിലും ഒക്കെ അദ്ദേഹം എന്താ ചെയ്ത? ആക്രമണ പരമ്പര അഴിച്ചുവിടുകയും ആ സാമ്രാജ്യത്തേക്ക് തന്റെ കൈകളിലേക്ക് ആക്കുകയും ചെയ്തു. പൗരാണിക ഇന്ത്യയുടെ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നു. മതസഹിഷ്ണുതയുള്ള വ്യക്തിയാണ്. മതസഹിഷ്ണുതയുള്ള വ്യക്തിയാണ്, അഗ്രഗണ്യനാണ്, പണ്ഡിതനാണ്, നയതന്ത്രജ്ഞനായിരുന്നു, കൂടാതെ എല്ലാ മേഖലകളിലും അറിവുള്ള വ്യക്തിയും കൂടി ആയിരുന്നു. അത് മാത്രമല്ല, തന്റെ രാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടിയിട്ട് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് വിവാഹ ബന്ധങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു. ഇത്രയുമാണ് നമുക്ക് ഈ സമുദ്രഗുപ്ത ഒന്നാമന്റെ പോർഷനിൽ പഠിക്കാനായിട്ട് ഉള്ളത്. മനസ്സിലായോ? നമുക്ക് അടുത്ത് പഠിക്കാനുള്ള നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസ് ദ പൊസിഷൻസ് ഓഫ് വുമൺ ഇൻ ദ ഗുപ്ത പീരീഡ്. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സ്ത്രീകളുടെ പദവി എങ്ങനെയായിരുന്നു? സ്ത്രീകളുടെ പദവി എങ്ങനെയായിരുന്നു? മൂന്ന് ക്വസ്റ്റ്യനുകൾ നമ്മൾ നോക്കി. ഫസ്റ്റ് ഗുപ്ത സാമ്രാജ്യം, രണ്ടാമത് ചന്ദ്രഗുപ്ത ഒന്നാമൻ, അടുത്തത് സമുദ്രഗുപ്ത ഒന്നാമൻ, അടുത്തത് നാലാമത് സ്ത്രീകളുടെ പദവി. പക്ഷേ ഒക്കെ കൊള്ളാമായിരുന്നു. പക്ഷെ ഗുപ്ത സാമ്രാജ്യ സ്ത്രീകളുടെ പദവി എങ്ങനെയായിരുന്നു? ലോ ആയിരുന്നു, താഴ്ന്ന പദവിയായിരുന്നു. അവർക്ക് സ്ത്രീകൾക്ക് എന്തില്ലായിരുന്നു? സ്റ്റാറ്റസ് എങ്ങനെയായിരുന്നു? വളരെ കുറവായിരുന്നു, താഴ്ന്ന പദവിയായിരുന്നു. സ്ത്രീകൾക്ക് പദവി വളരെ കുറവായിരുന്നു. ഒരു ഫങ്ഷൻസിലോ ഒക്കെ എന്ത് ചെയ്യാൻ പാടില്ല, അവർക്ക് പരിചയപ്പെടാനോ അല്ലെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ ഒന്നും എന്തില്ല, അവകാശം ഇല്ലായിരുന്നു. പ്രായപൂർത്തിയാകും മുമ്പേ തന്നെ എന്ത് ചെയ്യും? കുട്ടികളെ വിവാഹം കഴിപ്പിക്കും. വേദ പഠനങ്ങളോ വിദ്യാഭ്യാസത്തിനോ മത സെറിമണികൾക്കോ ഒന്നിനും എന്തില്ല, സ്വാതന്ത്ര്യം ഇല്ലാതിരുന്നു. മനസ്സിലായോ? പക്ഷെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ആർക്കെന്നറിയോ? സമ്പന്ന കുടുംബത്തിലെ സ്ത്രീകൾക്ക്, അല്ലെ? സമ്പന്ന കുടുംബത്തിലെ സ്ത്രീകൾക്ക് എന്തിന്? പൊതുകാര്യങ്ങളിൽ പങ്കെടുക്കാനായിട്ട് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഓക്കെ, സമ്പത്തുള്ളവർക്ക് അത് കൊള്ളാം, അല്ലേ? സമ്പത്തുള്ളവർക്ക് മാത്രം പൊതുകാര്യങ്ങളിൽ പങ്കെടുക്കാം. ബാക്കിയുള്ളവർക്ക് ആർക്കും എന്തിനു പങ്കെടുക്കാൻ കഴിയില്ല? വിദ്യാഭ്യാസത്തിനോ സ്വാതന്ത്ര്യത്തിനോ പഠിക്കാനോ ഒന്നിനും എന്തില്ല, കഴിവ് കൊടുത്തിരുന്നില്ല. അല്ലെങ്കിൽ അവർക്ക് അതിനോട്ടൊന്നും പോകാനായിട്ട് അവർക്ക് അവസരം പോലും കൊടുത്തിരുന്നില്ല. അപ്പൊ സ്ത്രീകളുടെ പദവി എങ്ങനെയായിരുന്നു? താഴ്ന്ന പദവിയായിരുന്നു. സ്ത്രീകളുടെ പദവി താഴ്ന്ന പദവിയായിരുന്നു. പ്രായപൂർത്തിയാകും മുമ്പേ തന്നെ അവർ എന്ത് ചെയ്തു? വിവാഹ ബന്ധത്തിലേക്ക് ഏർപ്പെട്ടു. പിന്നെ പരിതാപകരമായിരുന്നു, സ്ത്രീകളുടെ അവസ്ഥ പരിതാപകരമായിരുന്നു. ശൂദ്രഗണത്തിലുള്ളവരാണ് സ്ത്രീകൾ എന്ന് പരിഗണിച്ചിരുന്നു. അവരെ എങ്ങനെയാ വിളിച്ചിരുന്നത്? ശൂദ്രഗണത്തിലുള്ളവർ. ലെക്ചർ നോട്ട് എഴുതി പഠിക്കുക. ശൂദ്രഗണത്തിലുള്ളവരായിട്ടാണ് സ്ത്രീകളെ പരിഗണിച്ചിരുന്നത്. ഒരു പ്രാധാന്യം അവർക്ക് കൊടുത്തിരുന്നില്ല. താഴ്ന്ന പദവിയാണ്. അവസ്ഥ പരിതാപകരമായിരുന്നു. നേരത്തെ വിവാഹം കഴിപ്പിക്കും. കല്യാണ പ്രായമാകും മുമ്പേ തന്നെ വിവാഹത്തിലേക്ക് നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കും. പഠിക്കാനുള്ള അവകാശം ഇല്ലായിരുന്നു, ജോലിക്ക് പോകാനുള്ള അവകാശം ഇല്ലായിരുന്നു, വേദ പഠനങ്ങൾ അഭ്യസിക്കാനായിട്ട് അവകാശം ഇല്ലായിരുന്നു. അങ്ങനെ എന്തുകൊണ്ടും താഴ്ന്ന പദവിയായിരുന്നു ഇവർക്ക് ലഭിച്ചിരുന്നത്. കൂടാതെ സതി സമ്പ്രദായം നമുക്കറിയാം. സ്ത്രീകൾ, പുരുഷന്മാര് എന്താണ് മരിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾ ആ ചിതയിൽ, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ ചിതയിൽ എന്ത് ചെയ്യണം? ചാടി ജീവൻ ത്യാഗം ചെയ്യുന്ന ഒരു ചടങ്ങായിരുന്നു സതി. അത് വന്നത് ഗുപ്ത സാമ്രാജ്യത്തിലാണെന്ന് കരുതപ്പെടും. ഗുപ്ത സാമ്രാജ്യത്തിലാണ് സതി സിസ്റ്റം ഉടലെടുത്തത്. ഓക്കെ, പിന്നെ അടിമകളെ പോലെയായിരുന്നു. സ്ത്രീകളുടെ അവസ്ഥ എങ്ങനെയായിരുന്നു? അടിമകളായിരുന്നു. സ്വത്തവകാശം ഇല്ലായിരുന്നു. സ്വത്തവകാശം ഇല്ലായിരുന്നു. മെയിൻ പോയിന്റ് സ്വത്തവകാശം ഇല്ല. ഓക്കെ, അപ്പൊ സ്ത്രീകളുടെ പദവിയെ കുറിച്ച് ഏകദേശം മനസ്സിലായി. നമ്മുടെ ഗുപ്ത കാലഘട്ടത്തിൽ സ്ത്രീകളുടെ പദവി വളരെ കുറവായിരുന്നു. അവരുടെ പദവി എന്ന് പറയുന്നത് തന്നെ എന്താണ്? സ്ത്രീകളുടെ പദവി അവർക്ക് ഇല്ല. ഒരു വീടിന്റെ 4 കോണില് അടച്ചിട്ട അവസ്ഥയായിരുന്നു.
ഗുപ്ത സാമ്രാജ്യത്തിലെ സ്ത്രീകളുടെ അവസ്ഥ പരിതാപകരമായിരുന്നു. പ്രായപൂർത്തിയാകും മുമ്പേ അവർ വിവാഹം കഴിപ്പിച്ചിരുന്നു. കൂടാതെ ഉന്നത വിദ്യാഭ്യാസത്തിനോ വേദ പഠനത്തിനോ മറ്റു കാര്യങ്ങളിലോ സെറിമണികളിലോ പങ്കെടുക്കാനായിട്ട് അവകാശമില്ലായിരുന്നു. ശൂദ്രഗണത്തിലുള്ളവരായിട്ടാണ് സ്ത്രീകളെ പരിഗണിച്ചിരുന്നത്. അവരുടെ അവസ്ഥ എങ്ങനെയായിരുന്നു? ശൂദ്രഗണം, അടിമകളെ പോലെയായിരുന്നു. സ്വത്തവകാശമില്ലായിരുന്നു. എന്നാൽ സമ്പന്ന കുടുംബത്തിലുള്ള സമ്പത്തുള്ള സ്ത്രീകൾക്ക് എന്തുണ്ടായിരുന്നു? വേദപഠനത്തിന് എന്തുണ്ടായിരുന്നു? പ്രാധാന്യം, പൊതു കാര്യങ്ങളിലൊക്കെ വരാനായിട്ടുള്ള അവകാശം ഉണ്ടായിരുന്നു. ഇത്രയുമാണ് മെയിൻ ആയിട്ട്. സതി വന്നത് ഈ കാലഘട്ടത്തിലാണെന്ന് പറയപ്പെടുന്നു. ഇത്രയുമാണ് നമ്മുടെ സ്ത്രീകളുടെ പദവി എന്ന് പറയുന്ന 4ാമത്തെ ക്വസ്റ്റ്യൻ. ക്ലിയർ? ക്ലിയർ? ഓക്കെ. ഇനി അടുത്ത് 5ാമത്തെ ക്വസ്റ്റ്യൻ. 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇവരുടെ എക്കണോമിക് സിസ്റ്റം, സാമ്പത്തിക വ്യവസ്ഥ എങ്ങനെയായിരുന്നു? ഗുപ്തന്മാരുടെ സാമ്പത്തിക വ്യവസ്ഥ എങ്ങനെയായിരുന്നു? സാമ്പത്തികം അവരുടെ ജനങ്ങളുടെ മുഖ്യ തൊഴിൽ എങ്ങനെയായിരുന്നു? കൃഷിയായിരുന്നു. എളുപ്പമാണ് ഈ ക്വസ്റ്റ്യൻ. കൃഷിയായിരുന്നു. ഇവിടെ ജോലി എന്ന് പറയുന്ന സമ്പത്ത് എങ്ങനെയാണ് അവരുണ്ടാക്കിയിരുന്നത്? കൃഷിയായിരുന്നു. പിന്നെ നികുതികൾ ഉണ്ടായിരുന്നു. നികുതികൾ എങ്ങനെയൊക്കെയാണ് സമ്പത്തുണ്ടായത്? നികുതികൾ ഉണ്ടായിരുന്നു. ഫ്യൂഡലിസം, ഭൂപ്രഭുത്വം. ഫ്യൂഡലിസം നമുക്കറിയാം അല്ലെ? ഭൂപ്രഭുത്വം അപ്പോൾ എന്ത് ചെയ്തിരുന്നു? നിലനിന്നിരുന്നു. ഭൂപ്രഭുത്വം അല്ലെ? പ്രഭുത്വം ഉണ്ടായിരുന്നു. പിന്നെ ബാർലി, ഗോതമ്പ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൃഷി ചെയ്തിരുന്നത്. പിന്നെ ബുദ്ധ ജൈന വിഹാരങ്ങൾക്കും ബ്രാഹ്മണർക്കും ഭൂമി ദാനമായി നൽകിയിരുന്നു അല്ലെ? അവർക്കൊക്കെ ദാനമായിട്ട് വിഹാരങ്ങൾക്ക്, നമുക്കറിയാം ബുദ്ധമത വിശ്വാസികളുടെ ആരാധന കേന്ദ്രങ്ങളെയാണ് വിഹാരങ്ങൾ എന്ന് പറയുന്നത്. ഇവർക്കൊക്കെ എന്ത് കൊടുത്തിരുന്നു? ഭൂമി ദാനമായിട്ട് കൊടുത്തിരുന്നു. അപ്പൊ എക്കണോമിക് സിസ്റ്റം എങ്ങനെയായിരുന്നു? ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ് എക്കണോമിക് സിസ്റ്റം. ഗുപ്തന്മാരുടെ എക്കണോമിക് സിസ്റ്റം, സാമ്പത്തിക വ്യവസ്ഥ എന്ന് പറയുന്നത് കൃഷി, നികുതിയിലൂടെ ഭൂപ്രഭുത്വം അല്ലെ? അവരുടെ മെയിൻ ജോലി എന്ന് പറയുന്നത്, മെയിൻ തൊഴിൽ എന്ന് പറയുന്നത് കൃഷിയായിരുന്നു. പരുത്തി, അതുപോലെ തന്നെ ബാർലി, ഗോതമ്പ്, തിന ഇതൊക്കെ അവർ കൃഷി ചെയ്തിരുന്നു. കൂടാതെ അവർക്ക് ഭൂപ്രഭുത്വം ഉണ്ടായിരുന്നു. അതായത് മണി ലെൻഡേഴ്സ് ആയിട്ടുള്ള കുറെ പേരുണ്ടായിരുന്നു. അവരുടെ കൈകളിലായിരുന്നു ഭൂമി എന്ന് പറഞ്ഞാൽ ഫ്യൂഡലിസം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്യൂഡലിസം. കുറെ ഭൂമി ഒരു വലിയ പ്രമാണി എന്ത് ചെയ്യും? കൈവശമാക്കി വച്ചിരിക്കുന്ന ഏർപ്പാട് അതുണ്ടായിരുന്നു. പിന്നെ നികുതിയായിരുന്നു അവരുടെ എക്കണോമിക് സിസ്റ്റത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. പിന്നെ ബുദ്ധമത വിശ്വാസികളുടെ അവിടെ എന്താണ്? ഭൂമിയെ എന്തായി ചെയ്തിരുന്നു? ആർക്ക് കൊടുത്തിരുന്നു? ജൈനമതത്തിലും ബുദ്ധമതത്തിലും വിഹാരങ്ങൾക്കായിട്ട് ഭൂമിയെ കൊടുത്തിരുന്നു. ക്ലിയർ? ഭൂമിയെ പലതായിട്ട് എന്ത് ചെയ്തിരുന്നു? തിരിച്ചിരുന്നു. ഭൂമി എന്ന് പറയുന്നത് പലതായിട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? കൃഷി ചെയ്യുന്ന ഭൂമി അപ്രദാഹില എന്ന് അറിയപ്പെടുന്നു. എങ്ങനെയാ? അപ്രദാഹില. ഓക്കെ. കൃഷി ചെയ്യുന്ന ഭൂമി അല്ലെങ്കിൽ കൃഷി ചെയ്യാത്ത ഭൂമി അല്ലെ? ഭൂമി പലതായിട്ട് തിരിച്ചിരുന്നു. കൃഷി ചെയ്യാത്ത ഭൂമിയാണ് അപ്രദാഹില എന്ന് തിരിച്ചിരുന്നത്. കൃഷി ചെയ്യാത്ത ഭൂമിയെ അപ്രദാഹില എന്ന് തിരിച്ചിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അതാണ്, ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പോർഷനിൽ പഠിക്കാനായിട്ടുള്ളത്. കൃഷി ചെയ്യാത്ത ഭൂമിയെ അപ്രദാഹില. ഒന്നുകൂടെ നമുക്ക് നോക്കാം. സാമ്പത്തിക വ്യവസ്ഥ, ഗുപ്ത സാമ്രാജ്യത്തിലെ സാമ്പത്തിക വ്യവസ്ഥയാണ് നാം നോക്കുന്നത്. ഗുപ്തന്മാരുടെ പ്രധാനപ്പെട്ട ഓക്യുപ്പേഷൻ, തൊഴിൽ എന്ന് പറയുന്നത് കൃഷിയായിരുന്നു. പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് കൃഷിയായിരുന്നു. പരുത്തി, ഗോതമ്പ്, തിന, ബാർലി ഇതൊക്കെ അവർ എന്ത് ചെയ്തിരുന്നു? കൃഷി ചെയ്തിരുന്നു. കൂടാതെ അവർക്ക് നികുതി സമ്പ്രദായം ഉണ്ടായിരുന്നു. ഭൂപ്രഭുത്വം, കുറെ ഭൂമി ഒരു ഫ്യൂഡലിസം അല്ലെ? ഒരു അല്ലെങ്കിൽ പ്രഭുവിന്റെ കയ്യിൽ എന്തായിരുന്നു? അടക്കി വച്ചിരുന്നു. കൃഷി ചെയ്യാത്ത ഭൂമിയെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. കൃഷി ചെയ്യാത്ത ഭൂമിയെ എന്തെന്നാ കരുതിയിരുന്നത്? ഭൂമി അപ്രദ എന്നും ഹില എന്നും അറിയപ്പെട്ടു. മനസ്സിലാകുന്നുണ്ടോ? പഠിക്കുമ്പോ ഇത്രയും മാത്രം പഠിക്കുക. സാമ്പത്തികത്തിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് കൃഷിയായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നാം ഇനി അടുത്ത് നോക്കാനായിട്ട് പോകുന്നത്. അവരുടെ റവന്യൂ സിസ്റ്റം. ഓക്കെ. 6ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഗുപ്ത കാലഘട്ടത്തിലെ റവന്യൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണെങ്കിൽ വരുമാന മാർഗം. വരുമാന മാർഗം എങ്ങനെയാ വരുമാന മാർഗമായിരുന്നത്? നികുതിയാണ്. തുടക്കത്തിലേ പറഞ്ഞല്ലേ, ഇവിടെ നികുതിയെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ? പ്രധാന വരുമാന മാർഗം നികുതിയാണ്. ആ നികുതിയെ ഉദ്രംഗ് എന്നറിയപ്പെടുന്നുണ്ട്. എങ്ങനെ അറിയപ്പെടുന്നു? ഉദ്രംഗ്.
ഉദ്രഗ് എന്ന് അറിയപ്പെടുന്നുണ്ട്. 1/6 എന്ത് കൊടുക്കണം? നികുതി കൊടുക്കണം. 1/6 നികുതിക്കായിട്ട് മാറ്റണം. അറിയാം. അപ്പൊ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ എന്ത് തന്നെയാണ്? ഭൂനികുതി തന്നെയാണ് അല്ലെ. വരുമാന മാർഗം വേറൊന്നിലൂടെ വരുമാനം കിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു. എന്തിലൂടെയാണ്? നികുതിയിലൂടെയാണ് കിട്ടുന്നത്. നികുതി വിളിച്ചിരുന്ന പേരെന്താണ്? ഉദ്രങ്ക് എന്നാണ്. നികുതി വിളിച്ചിരുന്ന പേര് ഉദ്രങ്ക്. 1/6 നികുതിക്കായിട്ട് കൊടുക്കണം. 1/6 കൊടുക്കണം. നിർബന്ധിത നികുതി, ഉഴവ് നികുതി, അതുപോലെ കസ്റ്റംസ് നികുതി, കുറ്റവാളികളിൽ നിന്നുള്ള നികുതി, അതുപോലെ വരുമാനം, അങ്ങനെയുള്ള കുറേ നികുതികൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ നികുതിയെ എത്രയായിട്ട് തിരിക്കുന്നുണ്ട്? ഒരുപാടായിട്ട് തിരിക്കുന്നുണ്ട്. നികുതിയെ വിളിച്ച പേര് ഉദ്രങ്ക്. 1/6 നികുതിക്കായിട്ട് കൊടുക്കണം. നിർബന്ധിത നികുതിയെ ബലി എന്നാണ് വിളിച്ചിരുന്നത്. നിർബന്ധിത നികുതിയെ എന്താ വിളിച്ചിരുന്നത്? ബലി. നിർബന്ധമായിട്ട് കൊടുത്തേ പറ്റൂ. ഇതിൽ യാതൊരു കൺസെഷനോ ഒന്നുമില്ല. നിർബന്ധ നികുതിനെ ബലി എന്നും ഉഴവ് നികുതിനെ ഹവാലിക്കര. ഇത് നിർബന്ധിത നികുതി. രണ്ടാമത്തത് ഉഴവ് നികുതി, അത് ഹവാലിക്കാര എന്നാണ് വിളിച്ചിരുന്നത്. കുറ്റവാളികളിൽ നിന്നുള്ള പിഴ, അതിന് കസ്റ്റംസ് നികുതി എന്ന് വിളിച്ചു. കുറ്റവാളികളിൽ നിന്നുള്ള പിഴയെ കസ്റ്റംസ് നികുതി എന്നും വരുമാന കണക്ക് സൂക്ഷിപ്പുകാരനെ ഗോപാശ്രമിൻ. ഈ വരുമാനത്തിന്റെ കണക്കുകളെല്ലാം സൂക്ഷിക്കുന്ന ആളുണ്ട്, അദ്ദേഹത്തെ ഗോപാശ്രമിൻ എന്ന് വിളിച്ചിരുന്നു. വ്യാപാരികളിൽ നൽകുന്ന നികുതിയെ ശുൽക്കം എന്ന് വിളിച്ചു. വ്യാപാരികൾ നൽകുന്ന നികുതിയെ ശുൽക്കം എന്ന് വിളിച്ചു. ഇത്രയും ഒന്ന് നോക്കിക്കോ. നിർബന്ധിത നികുതി ബലി. നിർബന്ധിത നികുതിയാണ് എന്ത്? നിർബന്ധിത നികുതിയാണ് ബലി. നിർബന്ധമായിട്ട് കൊടുക്കണം അല്ലെ. അടുത്തെന്താണ് പറഞ്ഞത്? അടുത്ത എന്താണ്? ഹവാലിക്കര എന്ന് പറഞ്ഞാൽ എന്താണ്? ഉഴവ് നികുതി. ഉഴവ് നികുതിയെ ഹവാലിക്കാര എന്ന് വിളിച്ചു. കുറ്റവാളികളിൽ നിന്നുള്ളത് കസ്റ്റംസ്. കുറ്റവാളികളിൽ നിന്നുള്ളത് കസ്റ്റംസ്. ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം എന്താണ്? വരുമാന കണക്ക് സൂക്ഷിപ്പുകാരൻ അല്ലെ. കണക്ക് സൂക്ഷിപ്പുകാരനെ ഗോപാശ്രമിൻ എന്ന് വിളിച്ചു. അടുത്ത് വ്യാപാരികൾ നൽകുന്നതാണെങ്കിൽ ശുൽക്കം. ഇങ്ങനെയാണ് ശുൽക്കം. ഓക്കെ. ഇത്രയുമാണ് നികുതി സിസ്റ്റം എന്ന് പറയുന്നത്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം എങ്ങനെയായിരുന്നു? റവന്യൂ ആയിരുന്നു. നികുതിയിലാണ്. 1/6 നികുതിയായിട്ട് കൊടുക്കണം. 1/6 നികുതിയായിട്ട് കൊടുക്കണം. നികുതിയെ വിളിച്ചിരുന്ന പേര് ഉദ്രങ്ക്. എങ്ങനെയാണ് റവന്യൂ സിസ്റ്റം? നിർബന്ധിത നികുതി എന്നും ഉഴവ് നികുതി എന്നും കസ്റ്റംസ് നികുതി എന്നും വ്യാപാരികൾ നൽകുന്ന നികുതി എന്നൊക്കെ തിരിച്ചിട്ടുണ്ട്. നിർബന്ധ നികുതിയെ ബലി. നിർബന്ധ നികുതിനെ എന്തെന്നാ വിളിച്ചത്? ബലി. ഉഴവ് നികുതി ഹവാലിക്കാര. കസ്റ്റംസ്, കുറ്റവാളികളിൽ നിന്ന് ഈടാക്കുന്ന നികുതിയെ കസ്റ്റംസ് നികുതി എന്നും, അടുത്ത് വ്യാപാരികൾ നൽകുന്ന നികുതിയെ ശുൽക്കം എന്നും വിളിച്ചു. വരുമാനത്തിന്റെ ഈ കണക്കെല്ലാം സൂക്ഷിക്കുന്ന ആളെ ഗോപാശ്രമിൻ. വരുമാനത്തിന്റെ ഈ കണക്കൊക്കെ സൂക്ഷിപ്പിക്കുന്ന ആളെ എന്തെന്ന് വിളിച്ചു? ഗോപാശ്രമിൻ. ഇത്രയുമാണ് റവന്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ഓർത്ത് മനസ്സിൽ പറഞ്ഞു നോക്കൂ. നമ്മുടെ ബലി എന്ന്, അതുപോലെ തന്നെ ഹവാലിക്കാര, കസ്റ്റംസ് നികുതി, ശുൽക്കം. ബലി എങ്ങനെയാ? നിർബന്ധിത നികുതി. നിർബന്ധമായിട്ട് കൊടുത്തേ പറ്റൂ. ആ നികുതിയെ ബലി എന്നും ഉഴവ് നികുതിയെ ഹവാലിക്കാര നികുതി എന്നും കുറ്റവാളികളിൽ നിന്ന് ഈടാക്കുന്ന നികുതിയെ കസ്റ്റംസ് നികുതി എന്നും വ്യാപാരികൾ നൽകുന്ന നികുതിയെ ശുൽക്കം എന്നും ഈ വരുമാനം മൊത്തം സൂക്ഷിക്കുന്ന ആളെ ഗോപാശ്രമിൻ എന്ന് വിളിച്ചു. 1/6 എന്തു കൊടുക്കണം? നികുതിക്കായിട്ട് കൊടുക്കണം. എത്ര ഭാഗമാ? 1/6 നികുതിനെ വിളിച്ച പേര് ഉദ്രങ്ക്. നികുതി മൊത്തം വിളിച്ച പേരെന്താണ്? ഉദ്രങ്ക്. ഇത്രയുമാണ് നമ്മുടെ റവന്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നാം ഇന്ന് പരിചയപ്പെട്ടത് ഗുപ്തന്മാരുടെ പാഠത്തെയാണ് അല്ലെ. ഗുപ്താസ് ദെയർ സക്സസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ പാഠം കഴിഞ്ഞിട്ടുണ്ട്. ഗുപ്തന്മാർ അല്ലെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചന്ദ്രഗുപ്ത ഒന്നാമൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സമുദ്രഗുപ്ത ഒന്നാമൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? സ്ത്രീകളുടെ അവസ്ഥ അല്ലെ. സ്ത്രീകളുടെ അവസ്ഥ.
അത് കഴിഞ്ഞതിന് ശേഷം എന്താ ചെയ്തത്? അവരുടെ എക്കണോമിക് സിസ്റ്റം, കൃഷിയായിരുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നികുതി സിസ്റ്റം. ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കൂ. മൗര്യന്മാർക്ക് ശേഷം ശതവാഹനന്മാരും കുശാനന്മാരും ഭരണം നടത്തി. അവർ രണ്ടുപേരുടെയും പതനത്തിന് ശേഷം നിലവിൽ വന്ന സാമ്രാജ്യമാണ് ഗുപ്ത സാമ്രാജ്യം. ശ്രീ ഗുപ്തനായിരുന്നു ഗുപ്ത സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ. 275 പാടലിപുത്രമായിരുന്നു ഗുപ്ത സാമ്രാജ്യത്തിന്റെ ക്യാപിറ്റൽ, തലസ്ഥാനം. ക്ലിയർ? ഓക്കെ. അത് കഴിഞ്ഞ ശേഷം നമ്മൾ പറഞ്ഞു ഇതിലെ പ്രധാനപ്പെട്ട നേതാവാണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട രാജാവായിരുന്നു ഘടോൽക്കചൻ. രണ്ടാമത്തത് ചന്ദ്രഗുപ്ത ഒന്നാമനാണ്. ചന്ദ്രഗുപ്ത ഒന്നാമനാണ് ശ്രദ്ധേയനായ രാജാവെന്നാ പറഞ്ഞത്. അദ്ദേഹത്തെ എന്തെന്നാ വിളിച്ചിരുന്നത്? മഹാരാജാതിരാജ. ഗുപ്തവർഷം കൊണ്ടുവന്ന വ്യക്തി. 600 വർഷത്തോളം ഈ ഒരു ഗുപ്തവർഷം നിലനിന്നിരുന്നു. അദ്ദേഹത്തെ മഹാരാജാതിരാജ എന്നാണ് വിളിച്ചിരുന്നത്. അല്ലെ? അടുത്തത് നമ്മൾ പഠിച്ചു സമുദ്രഗുപ്തൻ. പൗരാണിക ഇന്ത്യയുടെ നെപ്പോളിയൻ എന്നറിയപ്പെട്ട വ്യക്തിയാണ് സമുദ്രഗുപ്തൻ ഒന്നാമൻ. പൗരാണിക ഇന്ത്യയുടെ നെപ്പോളിയൻ എന്നറിയപ്പെട്ട വ്യക്തിയാണ് സമുദ്രഗുപ്ത ഒന്നാമൻ. പ്രഗത്ഭനായ രാജാവാണ്. പ്രഗത്ഭനായ രാജാവ്, മതസഹിഷ്ണുതയുള്ള രാജാവ്. തന്റെ സാമ്രാജ്യം നിലനിന്നു കൊണ്ടുപോകാനായിട്ട് പല രാജ്യങ്ങളെ ആക്രമണം ചെയ്തു. ആക്രമിച്ചത് മാത്രമല്ല, ആ രാജ്യത്ത് നേരിട്ട് ഭരണം നടത്താതെ എന്തു ചെയ്തു? അവരിൽ നിന്ന് എന്തു വാങ്ങി? കപ്പം വാങ്ങിയ നേതാവ് അല്ലെങ്കിൽ കപ്പം വാങ്ങിയ ഭരണാധികാരി. അത് മാത്രമല്ല, പിന്നെ എന്താണ് പറഞ്ഞത്? നയതന്ത്രജ്ഞനായിരുന്നു, പണ്ഡിതനായിരുന്നു. സ്ത്രീകളുടെ അവസ്ഥ എങ്ങനെയായിരുന്നു? വളരെ പരിതാപകരമായിരുന്നു അല്ലെ? ഗുപ്ത സാമ്രാജ്യത്തിൽ സ്ത്രീകളുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. ഇവിടെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ? പരിതാപകരം എന്ന് പറയുമ്പോൾ യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല. സതി വന്നത് ഈ കാലഘട്ടത്തിലാണ് വിശ്വസിക്കുന്നു. കൂടാതെ എന്താ ചെയ്തത്? യെസ്, അതാണ് പ്രായപൂർത്തിയാവും മുമ്പേ വിവാഹമൊക്കെ കഴിപ്പിച്ചു. യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല. പഠിക്കാനോ സ്വാതന്ത്ര്യത്തിനോ യാതൊരു അവകാശവും ഇല്ലാതിരുന്ന കാലഘട്ടം. അടുത്ത ക്വസ്റ്റ്യൻ എക്കണോമിക് സിസ്റ്റം. എക്കണോമിക് സിസ്റ്റം എന്താണ്? കൃഷിയായിരുന്നു. പ്രധാനപ്പെട്ട ഉപജീവനമാർഗം കൃഷിയായിരുന്നു. ഫ്യൂഡലിസം നിലനിന്നിരുന്നു അല്ലെ? ഫ്യൂഡലിസം നിലനിന്നിരുന്നു. പരുത്തി, ഗോതമ്പ് ഇതൊക്കെയായിരുന്നു കൃഷി ചെയ്തിരുന്നത്. പിന്നെ അവരുടെ കൃഷിഭൂമി ആർക്ക് കൊടുത്തിരുന്നു? ജൈനന്മാർക്ക് വിഹാരങ്ങൾക്കായിട്ടും ബുദ്ധമത വിശ്വാസികൾ വിഹാരങ്ങൾക്കായിട്ടും കൊടുത്തിരുന്നു അല്ലെ? ഭൂമിയെ പലതായിട്ട് തിരിച്ചു. കൃഷി ചെയ്യാത്ത ഭൂമി അപ്രദ ഹില എന്ന് വിളിച്ചു. അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ റവന്യൂ സിസ്റ്റം. നമുക്കറിയാം നികുതിയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത്. ഉദ്രങ്ക് 1/6 എന്തിനു കൊടുക്കണം? നികുതിയായിട്ട് കൊടുക്കണം. നികുതി കണക്ക് സൂക്ഷിക്കുന്ന ആളെ ഗോപാശ്രമിൻ എന്ന് വിളിച്ചു അല്ലെ? ബലി അതുപോലെ തന്നെ നിർബന്ധിത നികുതിയായിരുന്നു. ഉഴവ് നികുതിയാണ് ഹവാലികര. കസ്റ്റംസ് ആണ് കുറ്റവാളി. വ്യാപാരികളുടെ നിന്ന് വാങ്ങിയത് ശുൽക്കം. ഇത്രയുമാണ് നമ്മുടെ ഒരു ചാപ്റ്റർ. ഇച്ചിരി വലിയ പാഠമാണ്, എന്നാൽ പഠിക്കാൻ നമുക്ക് എളുപ്പമാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും സംശയമുള്ളവര് ഈ വീഡിയോയുടെ അവസാനം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്ത് സംശയം ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് നമുക്ക് പോവാം. മനസ്സിലാകുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത് വീണ്ടും ഒരു പുതിയൊരു ക്ലാസ്സുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ. ഇതിന്റെ അവസാന ഭാഗത്ത് നോട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. എല്ലാവരും നന്നായിട്ട് പഠിച്ച് നല്ലതായിട്ട് ക്ലിയർ ആയിട്ട് എക്സാം എഴുതാനായിട്ട് സഹായിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിൽ നമ്മൾ കാണുന്നത് വരേക്കും താങ്ക് യു. ബൈ ബൈ.